നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം റബ്ബർ ടാപ്പിങ്ങിനെ കുറിച്ചാണ്. ടാപ്പിംഗ് നമുക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയും, അതിനെക്കുറിച്ചാണ് വീഡിയോ. അപ്പോൾ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് കൂടുതൽ കർഷകർക്കും 100 മരം 200 മരം ഇങ്ങനെയൊക്കെയാണുള്ളത്. അപ്പോൾ അവർക്ക് ടാപ്പിംഗ് തൊഴിലാളികളെ കിട്ടിയില്ലെങ്കിലും നമുക്ക് സ്വന്തമായി ടാപ്പ് ചെയ്യാൻ കഴിയും. അപ്പോൾ ആ ടാപ്പ് ചെയ്യുന്നതും വളരെ എളുപ്പത്തിൽ ടാപ്പിംഗ് പഠിക്കാനും കഴിയും. അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് പാല് കുറഞ്ഞൊരു മരമാണ്. പാല് പട്ടയൊക്കെ ചത്ത് വളരെ പഴക്കമുള്ളൊരു മരമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വെട്ടുപഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേക്ക് കാനം ഒന്ന് ആദ്യമായിട്ട് വെട്ടുന്നവർ ഇതൊന്ന് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക. കുത്തി കൊടുത്തതിന് ശേഷം ഇങ്ങനെ വെട്ടാം. ഇങ്ങനെ വെട്ടുന്നത് നല്ല സ്പീഡായിട്ട് വെട്ടി പഠിച്ചവരിങ്ങനെ വെട്ടും. നമുക്കല്ലാതെ വെട്ടുന്നവർ, ആദ്യമായിട്ട് വെട്ട് പഠിക്കുന്നവർ ഈ കാനം ഒന്ന് കുത്തി കൊടുക്കുക. പാല് കുറഞ്ഞ മരത്തിൽ പഠിക്കുന്നതായിരിക്കും വളരെ എളുപ്പം. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഒരു ട്രിക്കുണ്ടെന്ന് പറഞ്ഞാൽ ഈ കത്തി പിടിക്കുന്നതിലാണ് ഇരിക്കുന്നത്. നമ്മൾ ഈ കത്തി ശകലം അകത്തേക്ക് ചരിച്ച് പിടിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ആ അകത്ത് തടിയിൽ കൊള്ളാതെ പോകും. ഇങ്ങനെ തടിയിൽ കൊള്ളൂല, ഇങ്ങനെ പോകും. തടിയിൽ കൊള്ളാതെ വെട്ടാൻ പറ്റും. അതുപോലെ നമുക്ക് ഇനി തണ്ണിപ്പട്ട അറ്റ് അകത്തേക്ക് കയറി പോകണമെന്നുണ്ടെങ്കിൽ ഈ കത്തി ശകലം വെളിയിലേക്ക് ചരിച്ച് പിടിച്ചാൽ ഇങ്ങനെ വെളിയിലേക്ക് ചരിച്ച് പിടിച്ചാൽ അകത്ത് ഫുള്ളായിട്ട് അകത്ത് തണ്ണിപ്പട്ടയിൽ തട്ടിപ്പോവും. ഇങ്ങനെ പോകും. ഇങ്ങനെ വെട്ടാം. അപ്പോൾ വെട്ടുന്നതിൽ ഒരുപാട് രീതികളുണ്ട്, പലതരത്തിൽ വെട്ടാം. അപ്പോൾ ആദ്യമായിട്ട് വെട്ടുന്നവർ വളരെ പതുക്കെ ഇങ്ങനെ ഒന്ന് കുത്തിയെടുത്തതിന് ശേഷം വളരെ പാല് കൂടുതൽ കിട്ടുന്ന വെട്ടെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ കത്തി പട്ടയിൽ നിരക്കാതെ വെട്ടുക. ഇങ്ങനെ വെട്ടണം. ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ പാല് കൂടുതൽ കിട്ടും. നമ്മൾ ഈ കത്തി എടുക്കാതെ ഇങ്ങനെ ഉരച്ച് വെട്ടിക്കഴിഞ്ഞാൽ പാല് കുറവായിരിക്കും. അത് നേരെ മറിച്ച് നമ്മൾ ഇങ്ങനെ കുത്തിയതിന് ശേഷം ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ പാല് കൂടുതൽ കിട്ടും. ഈ രണ്ട് സൈഡും കുത്തിയെടുത്താൽ പാല് കൂടുതൽ കിട്ടുന്നതായിട്ട് കണ്ടില്ല. അപ്പോൾ ഇതിൽ വെട്ട് പഠിക്കുന്നതിന് ആദ്യമായിട്ട് വെട്ടുന്നവർ വളരെ പതുക്കെ ഒരു 1-2 ദിവസം പാലില്ലാത്ത മരങ്ങളിൽ വെട്ടി പഠിക്കുന്നതായിരിക്കും വളരെ നല്ലത്. നമ്മളൊക്കെ സാധാരണ ടാപ്പർമാർ, പിന്നെ പരിചയസമ്പന്നരായ ടാപ്പർമാർ വെട്ടുന്നതെന്ന് വെച്ചാൽ നമ്മളൊക്കെ വെട്ടുന്നത് ഇങ്ങനെ അങ്ങ് വെട്ടും. ആദ്യമായിട്ട് പഠിക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ വളരെ സമാധാനത്തിൽ കത്തി ഇങ്ങനെ വയ്ക്കുക. വെച്ചതിന് ശേഷം ഈ കത്തി ഇതിൻ്റെ കത്തിയുടെ പിടിയുടെ അഗ്രഭാഗം പുറത്തേക്ക് മാറ്റിയാൽ ഈ കത്തി അകത്തേക്ക് തടിയിലേക്ക് കയറും. ഇതുപോലെ മരത്തിനടുത്തേക്ക് ആക്കുമ്പോൾ ഈ കത്തിയുടെ മുനമ്പ് വെളിയിലേക്കും വരും. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, ആദ്യമായിട്ട് വെട്ടുപഠിക്കുന്നവർ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അനക്കി കൊണ്ടുപോവുക, വളരെ നൈസായിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഈ കത്തിയുടെ പിടി അങ്ങോട്ട് മാറണം എന്നുള്ളതിനുള്ളൊരു ബോധ്യമാവും. ഈ ബോധ്യമായാൽ മാത്രമേ കൈ ബാലൻസായി വരുള്ളൂ. ഇതിങ്ങനെ നമ്മൾ ഈ ബാലൻസ് ആദ്യം തന്നെ ഈ കൈ ബാലൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല രീതിക്ക് വെട്ടാൻ കഴിയും. അപ്പോൾ ആദ്യമായിട്ട് വെട്ടുന്നവർ അത് വളരെ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഈ കത്തിയുടെ പിടി എങ്ങോട്ട് മാറണം, ഇത് നമ്മളിങ്ങനെ പോകുന്നതനുസരിച്ച് ഈ പിടി പുറകിലേക്ക് മാറ്റി കൊടുക്കണം. എന്നാൽ അത് കറക്റ്റാവും. ഞാനീ പറഞ്ഞ 3-4 ട്രിക്കുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ടാപ്പിംഗ് പഠിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള മരങ്ങൾ നമുക്ക് തന്നെ ടാപ്പ് ചെയ്ത് എടുക്കാൻ കഴിയും. നമ്മളൊരു 5-6 ദിവസം മെനക്കെട്ടാൽ തന്നെ നമുക്ക് നല്ല രീതിക്ക് അത് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മളെ റബ്ബർ നമുക്ക് സ്വന്തമായിട്ട് അത് ടാപ്പ് ചെയ്തെടുക്കാനും കഴിയും.
അതുപോലെ തന്നെ നമുക്കിത് ടാപ്പ് ചെയ്ത് പഠിക്കാൻ ഏറ്റവും നല്ലത് ആഴാന്ത എന്ന് പറയുന്നൊരു മരമുണ്ട്. അതിൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ പട്ടയ്ക്ക് വളരെ കട്ടി കുറവാണ്. അപ്പോൾ അത് നമുക്ക് പഠിക്കാൻ വളരെ എളുപ്പമാണ്. തേക്ക് മരം നല്ലതാണ് വെട്ടിപ്പടിക്കാൻ. അതുപോലെ തന്നെ വെട്ടിപ്പടിക്കുന്നതിന് വേണ്ടി പാലില്ലാത്ത മരങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത്. റബ്ബർ മരമാണ് നിങ്ങൾ പഠിക്കാനായി തിരഞ്ഞെടുക്കുന്നതെങ്കിൽ പാലില്ലാത്ത പട്ട മരവിച്ച മരങ്ങൾ എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ആ പട്ടയുടെ മുകളിലൂടെ പാലൊലിച്ചിറങ്ങി നമുക്കത് കാണാൻ കഴിയാത്ത വിധമായിരിക്കും പാല് മൂടിയിരിക്കുന്നത് കൊണ്ട് കൃത്യമായി നമുക്ക് ആ പട്ട കണ്ട് മനസ്സിലാക്കി പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഏറ്റവും ഉചിതമായ മരം ഇത് തന്നെയാണ് ആഴാന്ത. അത് കഴിഞ്ഞാൽ പാലമരമുണ്ട്. തീപ്പട്ടിപ്പാല എന്നൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന പാല, അതിലും പാലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പാലുള്ള മരങ്ങളിൽ പഠിക്കാതിരിക്കുന്നതായിരിക്കും വളരെ നല്ലത്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. പട്ടയുടെ മുകളിൽ കൂടി പാലൊലിച്ച് വരുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പഠിക്കാൻ ആഗ്രഹമുള്ളവർ എന്തായാലും ഈ പാലില്ലാത്ത ഒരു റബ്ബർ മരം തിരഞ്ഞെടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ആഴാന്ത, പാല, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മരം തിരഞ്ഞെടുക്കുക. വളരെ നല്ലത് ഈ പറഞ്ഞതുപോലെ പാലില്ലാത്ത ആഴാന്തയാണ് നല്ലത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.